എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ശ്രീനാരായണീയരായ ചില സഹോദരങ്ങൾ കേൾക്കുന്നുവെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിലുപരി എൻ്റെ ഉത്തരവാദിത്വം വർദ്ധിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശിവഗിരി ചരിത്രം അധ്യായം 3. മാനവോദ്ധാരണത്തിനു വേണ്ടി ജന്മമെടുത്ത ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് നാം ഓരോരുത്തരും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരുടെയും അറിവും കാര്യങ്ങളെ അപഗ്രഥിക്കുവാനും മനസ്സിലാക്കുവാനുള്ള ശേഷിയും അനുസരിച്ചായിരിക്കുമല്ലോ. ഒരുപക്ഷേ മാനവോദ്ധാരണം എന്ന് പറയുന്നതിൽ കൂടുതൽ ശരി ലോകോദ്ധാരണം എന്ന് പറയുന്നതാകും. ലോകോദ്ധാരണം എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള എന്തിനേയും ഏതിനേയും ഉയർത്തിക്കൊണ്ടുവരിക, ആപത്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ടുവരിക എന്നൊക്കെയാണല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഗുരുദേവനെ ഞാൻ അറിഞ്ഞതുപോലെയും മനസ്സിലാക്കി വരുന്നതുപോലെയുമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും എൻ്റെ ഈ വിവരണത്തിൽ കൂടുതൽ കൂട്ടിച്ചേർക്കുവാനും ഉണ്ടാകാം. അതിലൂടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അന്യോന്യം പങ്കുവെക്കുകയും ചെയ്യാം. തന്മൂലം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കുവാനുള്ളതും നിങ്ങളുടെ നിർദ്ദേശങ്ങളും മറ്റും അറിയിക്കും എന്നും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നമുക്ക് നമ്മളുടെ വിഷയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ അധ്യായത്തിൻ്റെ തുടർച്ചയിലൂടെ പറഞ്ഞു തുടങ്ങാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ശിവഗിരിയിലെ ശിവക്ഷേത്രത്തിൻ്റെ പരിണാമവും അതുപോലെ കുമരകത്തു നിന്നും ഒരു ക്ഷേത്ര സങ്കല്പവുമായി വന്ന ആൾക്കാരോട് ഗുരുദേവൻ പറഞ്ഞ വാക്കുകളുമാണ്. ഗുരു അവരോട് പറഞ്ഞു, ആദ്യം സ്കൂളും മഠവുമാകട്ടെ, അതിനുശേഷമാകാം ക്ഷേത്രം. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ്റെ സർവതോമുഖമായ പുരോഗതിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മഠങ്ങളുടെയും മറ്റും ആവശ്യകത സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കേണ്ട സമയമായി എന്ന് ഗുരുദേവന് തോന്നിക്കാണും. അതുകൊണ്ടല്ലേ മനുഷ്യ പുരോഗതിക്കും സൗഖ്യത്തിനും സ്കൂളുകളുടെയും മഠങ്ങളുടെയും മറ്റും അനിവാര്യത ഗുരുദേവൻ പറയുവാൻ തുടങ്ങിയത്. ശിവഗിരിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെയുള്ള ക്ഷേത്രങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ചരിത്രം മാത്രം അല്ലല്ലോ പറയേണ്ടത്. അവിടെ നടന്ന പ്രധാന സംഭവങ്ങളും സന്ദർശനങ്ങളും സംഭാഷണങ്ങളും ഒക്കെ ചെറുതായിട്ടെങ്കിലും ഒന്ന് പറഞ്ഞു പോകണമല്ലോ. അതുകൊണ്ട് ഈ അധ്യായത്തിൽ ശിവഗിരിയിൽ വെച്ച് മഹാകവി കുമാരനാശാൻ വിളംബരം ചെയ്ത അദ്വൈത ജീവിതം എന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രസിദ്ധമായ വിളംബരം നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ഒന്ന് കേട്ടു നോക്കൂ. ഗുരുവിൻ്റെ വിളംബരം. മനുഷ്യരെല്ലാം ഒരുപോലെ ആഗ്രഹിക്കുന്നത് സുഖത്തെയാണ്. ലൗകികമായും വൈദികമായും നടത്തപ്പെട്ടു വരുന്ന എല്ലാ സംഭവങ്ങളുടെയും പരമാവധിയും ഇതുതന്നെ. ക്ഷണഭങ്കുരങ്ങളായ വിഷയസുഖങ്ങളെക്കാൾ മനുഷ്യാത്മാവിന് അധികം പ്രിയം കാണുന്നത് സുരുചിരമായി ശാശ്വതമായി വിളങ്ങുന്ന സുഖത്തിലാണ്. ഇതിനെ ലക്ഷീകരിച്ചുകൊണ്ട് മനുഷ്യാത്മാവ് ഒരു മഹത്തായ യാത്ര ചെയ്യുകയാണ്. ഓരോ സമുദായവും എത്ര കണ്ട് ആന്തരമായ പരിഷ്കാരത്തെ പ്രാപിക്കുന്നുവോ അത്ര കണ്ട് ഈ സുഖപ്രാപ്തിയുടെ അളവും ഭേദപ്പെട്ടുകൊണ്ടിരിക്കും. ശാരീരികമായും മാനസികമായും ആത്മീയമായുമുള്ള സർവ്വശ്രേയസ്സുകളും ഒരു സമുദായത്തിന് വന്നു ലഭിക്കുന്നതിന് സമുദായ അംഗങ്ങളുടെ മതനിഷ്ഠയും സദാചാരവും ആവശ്യമാകുന്നു. ഇവയെ സമുദായത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കുവാൻ ആരാധനാ സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും വളരെ ഉപയുക്തമാണെന്ന് കണ്ടുവരുന്നു. എന്നാൽ ഇവയെല്ലാം ഉണ്ടാക്കുന്നതിന് സമുദായ അംഗങ്ങളുടെ ധനസംബന്ധമായ അഭ്യുദയവും അത്യന്താപേക്ഷിതമാകുന്നു. ഇതിന് കൃഷി, കച്ചവടം, സാങ്കേതിക വിദ്യാഭ്യാസം മുതലായവ പരിഷ്കരിക്കേണ്ടതാണ്. ലൗകികവും ആത്മീയവും രണ്ടല്ല, ഒരേ ഉദ്ദേശത്തോട് പ്രവർത്തിക്കുന്നു. ശരീരത്തിൻ്റെ എല്ലാ അംഗങ്ങളുടെയും ഒത്തുള്ള പ്രവൃത്തിയാൽ ശരീരം സുഖമനുഭവിക്കുന്നു. അതുപോലെ മനുഷ്യ സമുദായത്തിൻ്റെ പരമലക്ഷ്യമായ സുഖപദത്തെ പ്രാപിക്കുവാൻ അകവും പുറവും ഏകോപിച്ചുള്ള പ്രവൃത്തി ആവശ്യമാണ്. അതായിരുന്നു ഗുരുദേവൻ്റെ പ്രസിദ്ധമായ ശിവഗിരി സന്ദേശം അഥവാ അദ്വൈത ജീവിതം എന്ന വിളംബരം. ഒരർത്ഥത്തിൽ ഗുരുദേവ ദർശനങ്ങളുടെ എല്ലാം രത്ന ചുരുക്കമായിരുന്നു ഈ വിളംബരം. അതുകൊണ്ട് തന്നെ ഈ സന്ദേശം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയം കുറച്ചെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ ഓരോ ഖണ്ഡികയും ഓരോ വരികളും ഓരോ വാക്കുകളും വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടതാണ്.
എന്നാൽ ഈ സന്ദേശത്തെക്കുറിച്ച് കുറച്ചെങ്കിലും പറയണമെങ്കിൽ പല മണിക്കൂറുകൾ എടുക്കുകയും ചെയ്യും. ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ വിചാരിച്ചതാണ് ഓരോ അധ്യായവും ഉദ്ദേശം 15 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കണമെന്ന്. അതുകൊണ്ട് തന്നെ വളരെ സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ മാത്രം വിവരിക്കാം എന്ന് വിചാരിക്കുന്നു. എന്നെ കേട്ടതിന് ശേഷം സ്വയം മനനം ചെയ്ത് പ്രസ്തുത സന്ദേശത്തിൻ്റെ പൂർണ്ണമായ ആശയം മനസ്സിലാക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രസ്തുത സന്ദേശം 2 ഖണ്ഡികകൾ ഉള്ളതാണ്. ആദ്യത്തെ ഖണ്ഡികയുടെ ആദ്യ പാദം മുതലുള്ള ആശയങ്ങൾ ഹ്രസ്വമായി പറഞ്ഞു തുടങ്ങാം. മനുഷ്യരെല്ലാം ഒരുപോലെ ആഗ്രഹിക്കുന്നത് സുഖത്തെയാണ് എന്ന് തുടങ്ങുന്ന ഭാഗം. മനുഷ്യരായ നമ്മൾ ചെയ്യുന്ന ഭൗതികമായും അഥവാ ഈ ലോക ജീവിതത്തിലെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും ലക്ഷ്യവും വൈദികമായി നടത്തപ്പെട്ടു വരുന്ന എല്ലാ സംഭവങ്ങളുടെയും ലക്ഷ്യവും സുഖപ്രാപ്തിയാണ്. ഇതിന് മതമോ സംസ്കാരമോ സമയമോ ദേശഭേദമോ ഒന്നും മാനദണ്ഡമേ അല്ല. വൈദികമായും എന്ന് പറയുമ്പോൾ വേദസംബന്ധമായ, വേദം എന്നാൽ പാവനമായ ജ്ഞാനം എന്നും ദിവ്യജ്ഞാനം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം, അതായത് ആത്മീയ ഗ്രന്ഥം എന്നുമാകാം. ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ബൈബിളും ഖുറാനും ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളുമൊക്കെ ഈ വിഭാഗത്തിൽപ്പെടുന്നവയാണല്ലോ. എന്താണ് സുഖം? സുഖം എന്നത് സന്തോഷപ്രദമായ അവസ്ഥയെന്നും പറയാമല്ലോ. എന്നാൽ നമുക്ക് സന്തോഷം നൽകുന്നത് എന്താണ്? ചെറുപ്പകാലത്ത് കൊച്ചു കൊച്ചു കളിപ്പാട്ടങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മൾ വളരുന്നതനുസരിച്ച് നമുക്ക് സന്തോഷം തരുന്ന ഘടകങ്ങൾക്കും മാറ്റം വന്നുകൊണ്ടേയിരിക്കും. നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല സുഹൃത്തുക്കൾ, നല്ലൊരു ജീവിത പങ്കാളി, അപരിമിതമായ ധനം, ആരോഗ്യപ്രദമായ ശരീരം, സമൂഹത്തിലെ മാന്യത, അങ്ങനെ നമ്മളുടെ ആഗ്രഹങ്ങളും കൂടിക്കൊണ്ടിരിക്കും അഥവാ മാറിക്കൊണ്ടിരിക്കും. ആഗ്രഹ സാഫല്യമാണല്ലോ സന്തോഷത്തിൻ്റെ, സുഖത്തിൻ്റെ ഉറവിടം അഥവാ കേന്ദ്രബിന്ദു. ജ്ഞാനപ്പാനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിലുണ്ടാകുകിൽ ആയുധമാകിൽ ആശ്ചര്യമെന്നതും. ഇങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങളുമായി കഴിയുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് സ്ഥിരമായ സമാധാനമുണ്ടാകുന്നത്, സന്തോഷമുണ്ടാകുന്നത്, സുഖമുണ്ടാകുന്നത്? എങ്കിലും നമ്മൾ നിസ്വാർത്ഥമായി ഒരു ചെറിയ സഹായമെങ്കിലും മറ്റൊരാൾക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം സുസ്ഥിരമാണെന്ന് പറയുന്നില്ലെങ്കിലും അപ്പോൾ കിട്ടുന്ന സന്തോഷം വാക്കുകൾക്കതീതമല്ലേ? എന്നാൽ നമ്മളുടെ ചേതന, ആത്മാവ്, മനുഷ്യാത്മാവ് ആഗ്രഹിക്കുന്നതോ അതിമനോഹരമായി സ്ഥിരമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സുഖത്തിലാണ്. പക്ഷേ അങ്ങനെയുള്ള സുസ്ഥിരമായ സുഖം എങ്ങനെ കിട്ടും? അതിനുള്ള വഴികളാണ് ഈ വിളംബരത്തിൻ്റെ ആദ്യ ഖണ്ഡികയിലെ അവസാന പാദം മുതൽ ഗുരുദേവൻ പറഞ്ഞു തരുന്നത്. തുടർന്ന് കേട്ടു നോക്കൂ. ഓരോ സമുദായവും എത്ര കണ്ട് ആന്തരികമായി ശുദ്ധീകരിച്ച് മനസ്സിൽ നന്മ നിറച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുവോ അത്ര കണ്ട് സുഖപ്രാപ്തിയുടെ, ദുഃഖനിവൃത്തി മൂലമുണ്ടാകുന്ന പരമാനന്ദ പ്രാപ്തിയുടെ അളവും ഭേദപ്പെട്ടുകൊണ്ടിരിക്കും. ഗുരുവിൻ്റെ വിളംബരത്തിൻ്റെ അടുത്ത ഖണ്ഡികയിൽ പൂർണ്ണമായും അതിനുള്ള മാർഗങ്ങളാണ് വളരെ ലളിതമായി പറഞ്ഞിരിക്കുന്നത്. ശാരീരികമായും മാനസികമായും എന്ന് തുടങ്ങുന്ന ഖണ്ഡികയിൽ മതം എന്നതിന് ലളിതമായി പറഞ്ഞാൽ അഭിപ്രായം എന്നും ഇഷ്ടമെന്നും പറയാം. അതുപോലെ നമ്മൾ സാധാരണ പറയുന്ന മതം ഒരു തത്വസംഹിതയിലോ ഒരാചാര്യൻ്റെ, ഒരു പ്രവാചകൻ്റെ ഉപദേശങ്ങളിലോ വാക്കുകളിലോ വിശ്വസിക്കുന്ന ജനങ്ങൾ പിന്തുടരുന്ന ജീവിതക്രമം, ആചാരങ്ങൾ, ആരാധനാ രീതികൾ എന്നതൊക്കെ ചേർന്നതാണല്ലോ ഒരു മതം. ആ ഉപദേശങ്ങളൊക്കെയും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണല്ലോ. അതുകൊണ്ടല്ലേ ഗുരുദേവൻ പല മതസാരവും ഏകം എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രവാചകരുടെ, ആചാര്യന്മാരുടെ വാക്കുകളെ പിന്തുടർന്ന് ജീവിക്കുന്ന ജനങ്ങളുടെ വിശ്വാസ സംഹിത അഥവാ ജനക്കൂട്ടങ്ങളുടെ ഒത്തുള്ള ജീവിതമാണല്ലോ സാധാരണ പറയുന്ന ഹിന്ദുമതവും ബുദ്ധമതവും ക്രിസ്തുമതവും മറ്റും. എവിടെയും ആന്തരികമായ നന്മയും സന്തോഷവുമാണല്ലോ ലക്ഷ്യമിടുന്നത്. രാമായണവും മഹാഭാരതവുമൊക്കെ
അങ്ങനെയുള്ള മതഗ്രന്ഥങ്ങൾ തന്നെയാണല്ലോ. ഈ ഗ്രന്ഥങ്ങളിലൊക്കെയും കൊച്ചു കൊച്ചു ആഖ്യാനങ്ങളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നതും നന്മയും സ്നേഹവും ജീവിതക്രമ രൂപീകരണവും മറ്റുമാണല്ലോ. രാമായണത്തിൽ ശ്രീരാമൻ്റെ കൂടെ കാട്ടിലേക്ക് പോകുവാൻ തുടങ്ങുന്ന ലക്ഷ്മണനോട് അമ്മയായ സുമിത്ര പറയുന്നൊരു ഭാഗമുണ്ട്. രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം, രാമം ദശരഥം വിധി മാ വിധി ജനകാത്മജാം, അയോധ്യാമടവീം വിധി താത യഥാസുഖം. വനവാസത്തിന് പോകുന്ന ജ്യേഷ്ഠനായ ശ്രീരാമൻ്റെയും ജ്യേഷ്ഠപത്നിയായ സീതാദേവിയോടും കൂടി പോകുന്ന മകനായ ലക്ഷ്മണനോട് അമ്മ സുമിത്ര പറയുന്ന വാക്കുകളാണവ. ജ്യേഷ്ഠനെ അച്ഛനായും ജ്യേഷ്ഠപത്നിയെ അമ്മയായും താമസിക്കാൻ പോകുന്ന കാടിനെ സ്വന്തം ദേശമായ അയോധ്യയായും വിചാരിച്ച് സുഖമായി കഴിയൂ മകനെ എന്ന്. ഈ രീതിയിൽ കാര്യങ്ങളെ നമുക്കും സമീപിക്കുവാൻ കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, ശ്രേയസ്സുണ്ടാകും. അതുപോലെ മഹാഭാരത യുദ്ധമെല്ലാം കഴിഞ്ഞ് തൻ്റെ എല്ലാ പുത്രന്മാരെയും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഗാന്ധാരിയോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നൊരു ഭാഗമുണ്ട്. ഭർത്താവായ ധൃതരാഷ്ട്രർ അന്ധനായതുകൊണ്ട് സ്വന്തം കണ്ണുകളും മൂടി വയ്ക്കാതെ തൻ്റെ കുട്ടികളെ നേർവഴിക്ക് നയിച്ചിരുന്നു എങ്കിൽ കൗരവന്മാർക്ക് ഈ ദുർവിധി വരികയില്ലായിരുന്നുവെന്ന്. ഒരുപക്ഷേ ദുശാസനൻ കൗരവ സഭയിൽ വെച്ച ജ്യേഷ്ഠത്തിയായ ദ്രൗപദിയെ അപമാനിക്കുവാൻ ശ്രമിക്കുകയില്ലായിരുന്നുവല്ലോ. എങ്കിൽ കഥ മറ്റൊന്നാകുമായിരുന്നില്ലേ? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അന്യരെ കുറ്റം പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കർമ്മം ചെയ്യുക, കർമ്മഫലം തീർച്ചയായും കിട്ടും. ബുദ്ധമതം നിർവ്വാണം പ്രാപിക്കുവാൻ എന്തെല്ലാം പാഠങ്ങളാണ് അനുഷ്ഠിക്കണമെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? അഹിംസ, മൈത്രീഭാവം, കരുണ, സത്യസന്ധത. അഹിംസാമാർഗം പിന്തുടരുകയും എല്ലാ ജീവികളോടും സ്നേഹത്തോടും കരുണയോടും കൂടി ഇടപഴകുവാനും കഴിയുകയും സദാ സത്യസന്ധത കാത്തുസൂക്ഷിക്കുകയും ചെയ്താൽ നമുക്ക് ദുഃഖനിവാരണമുണ്ടാകുമല്ലോ. അതുപോലെ യേശുദേവൻ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുന്നു. അതായത് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ തുടങ്ങിയാൽ നമ്മളുടെ ആഗ്രഹങ്ങളും സുഖദുഃഖങ്ങളും പോലെ അന്യരുടെയും സ്വപ്നങ്ങളിലും സുഖദുഃഖങ്ങളിലും നമ്മളുടെയും സാന്നിധ്യമുണ്ടായാൽ, ശ്രദ്ധയുണ്ടായാൽ, സഹായങ്ങളുണ്ടായാൽ എത്ര മനോഹരമായിരിക്കും ഈ ലോകം. അതല്ലേ അയലു തഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരനാചരിച്ചിടണം എന്ന് ഗുരുദേവൻ പറഞ്ഞത്. കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അന്യൻ്റെ ഉന്നതിക്ക് വേണ്ടി സദാ നാം ശ്രമിച്ചുകൊണ്ടിരിക്കില്ലേ എന്ന് മാത്രമോ, ശ്രീനാരായണ ഗുരുദേവൻ സ്വജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും കൃതികളിലൂടെയും പറഞ്ഞു തന്ന എത്രയെത്ര അമൂല്യ തത്വങ്ങൾ. അതല്ലേ നാം പാലിക്കേണ്ട ശ്രീനാരായണ ധർമ്മം, ശ്രീനാരായണ മതം. ഞാൻ ഗുരുദേവൻ്റെ ചില കൃതികളുടെ ചില ഭാഗങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു. അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു, കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു, കൃപണനധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനീലാദിമമായൊരാത്മരൂപം, അവരവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയവരന്നു സുഖത്തിനായി വരേണം. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനീലാദിമമായൊരാത്മരൂപം, അവരവരാത്മസുഖത്തിനാചരിക്കുന്നവ അവരന്നു സുഖത്തിനായി വരേണം. ഇത് ആത്മോപദേശ ശതകത്തിലെ 23-ാമത്തെയും 24-ാമത്തെയും ശ്ലോകമാണ്. ധർമ്മമേവ പരം ദൈവം ധർമ്മമേവ മഹാധനം, ധർമ്മ സർവത്ര വിജയി ഭവതു ശ്രേയസേ നൃണാം. ഗുരുവിൻ്റെ ധർമ്മമെന്ന കൃതി
നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം. സദാചാരം എന്ന കൃതിയിലെ ആദ്യത്തെ പദ്യം. അനുകമ്പാ ദശകം, ജീവകാരുണ്യ പഞ്ചകം, ജാതി നിർണയം, ജാതി മീമാംസ, ഇങ്ങനെ എത്രയെത്ര ഗുരുദേവ കൃതികൾ. ഗുരു പറഞ്ഞു തന്ന പാതയിലൂടെ സഞ്ചരിക്കുവാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ദുഃഖവിമുക്തമായ ഒരവസ്ഥയിലേക്ക് എത്തുവാൻ കഴിയുമല്ലോ. നമ്മൾ ജീവിക്കുന്ന സാമൂഹ്യ ചുറ്റുപാടിലുള്ള നല്ല ശീലങ്ങൾ, സത് ആചാരങ്ങൾ പിന്തുടരുകയും സമുദായത്തിൽ, അതായത് മനുഷ്യ സമുദായത്തിലുള്ള എല്ലാവരിലേക്കും പ്രസ്തുത ഗുണഗണങ്ങൾ എത്തിക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ സമൂഹത്തിന് മുഴുവനായി ശ്രേയസ് വന്നു ചേരും. ഈ വക ഗുണങ്ങൾ എല്ലാവരിലും എത്തിക്കുവാൻ ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും നല്ലതാണെന്ന് പറഞ്ഞു തരുന്നു. അതുപോലെ സാമ്പത്തികമായി ഉയർച്ചയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നും ഗുരുദേവൻ കൂട്ടിച്ചേർക്കുന്നു. ഗുരുദേവൻ്റെ അദ്വൈത ജീവിതം എന്ന വിളംബരം ലളിതമായി ഇങ്ങനെ സ്വാംശീകരിക്കാം എന്ന് തോന്നുന്നു. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സൗഖ്യപ്രാപ്തിക്ക് അന്യോന്യം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും വർത്തിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം സമൂഹത്തിലുള്ള എല്ലാവർക്കും വന്നെത്തുവാൻ പരിശ്രമിക്കുക. മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കാൻ മതനിഷ്ഠയും സദാചാരവും സദാ പാലിക്കുക. ദേവാലയങ്ങളിലും ക്ഷേത്രങ്ങളിലും പോവുകയും സത്സംഗങ്ങളിലും സത്സംഭാഷണങ്ങളും പങ്കെടുത്ത് അറിവും ആത്മജ്ഞാനവും ആർജിക്കുക. ഭൗതിക അഭിവൃദ്ധിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അറിവിനെ വളർത്തിയെടുക്കുക. നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവവും കൂട്ടായി ചേരുന്ന പ്രവൃത്തിയാൽ ശരീരം സുഖം അനുഭവിക്കുന്നത് പോലെ ലൗകികവും ആത്മീയവും രണ്ടല്ല എന്ന് മനസ്സിലാക്കി അകവും പുറവും ഏകോപിച്ചുള്ള പ്രവൃത്തിയാൽ സർവതോന്മുഖമായ അറിവും ജ്ഞാനവും നേടി പരമപദത്തെ പ്രാപിക്കുക. അതല്ലേ ശ്രീനാരായണ ഗുരുദേവൻ്റെ അദ്വൈത ജീവിതം എന്ന വിളംബരത്തിൻ്റെ പൊരുൾ. നിങ്ങളെന്തു പറയുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും അറിയിക്കുമല്ലോ. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. ഗുരുദേവ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.